വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു വാട്ടർ ഈറ്റിനിടെ ആണ് കേട്ടോ. അപ്പം ഇപ്പം എനിക്ക് 25 വീക്ക് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് ഞാൻ എന്തൊക്കെയാണ് ഡെയിലി കഴിക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പം ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഈ കാലത്ത് തന്നെ ഞാൻ എണീറ്റ് ഉടനെ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കണതാണ് കേട്ടോ. ഇതുപോലെ ബദാമാണ് കേട്ടോ ഒന്ന് കഴിച്ചിട്ടുള്ളത്. അപ്പം എന്നും ബദാമൊന്നും കഴിക്കാറില്ല, എന്താണോ ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ കഴിക്കാറുള്ളത്. അപ്പോൾ ഒരു 6 ബദാം ഇതേപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിലിൽ ഏകദേശം 3/4 ഭാഗത്തോളം വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇതേപോലെ കുറച്ച് കുടിച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിച്ചത് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും അതേപോലെ തന്നെ കുറച്ച് തേങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചു. 4 ഇഡ്ഡലി എടുത്തെങ്കിൽ ഞാൻ ആകെ 3 എണ്ണം കേട്ടോ ആകെ കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് വെള്ളം കുടിച്ചിട്ടോ. ചായയും കാപ്പി അതൊക്കെ ഞാൻ മാക്സിമം ആയിട്ട് ഒഴിവാക്കിയെടുക്കായിരുന്നു. അങ്ങനെ ഇതേ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതേ കുറച്ച് മാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ തൊലിയൊക്കെ ഒന്ന് ചെത്തി എന്നിട്ട് നമ്മൾ ജ്യൂസ് അടിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. ഇത് ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ള മാങ്ങയാണ്. അങ്ങനെ ഇതേ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ജ്യൂസ് അടിക്കാനായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാരയൊക്കെ ഞാൻ മാക്സിമം ഒഴിവാക്കാണ്ട് ചെയ്തിട്ടുള്ളത്. ഇതിലധികം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം അത്യാവശ്യത്തിന് നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ. അപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ കുറേ അധികം നമുക്ക് മാങ്ങ കിട്ടുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് ഇതേപോലെ ജ്യൂസ് അടിച്ച് കുടിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ അരിഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ കഴിക്കാറ്. അങ്ങനെ ഇതേ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ ഇതേപോലെ ജ്യൂസ് കുടിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ജ്യൂസ് കുറച്ചിങ്ങനെ തിക്കായിട്ടാണ് കേട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നത്. അധികം വെള്ളമൊന്നും ചേർക്കാതെ കുറച്ച് തിക്കായിട്ടുള്ള ജ്യൂസാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ 2 ഗുളിക കഴിക്കാനായിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത് ചോറും അതേപോലെ തന്നെ ചീരപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ സാമ്പാറും ഉണക്കമീൻ വറുത്തതും പിന്നെ കുറച്ച് തേങ്ങാ ചമ്മന്തി കാലത്തുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ധാരാളമായിട്ട് ഇലക്കറികളൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഇതേ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ചും വെള്ളം കൂടി കുടിച്ചു കേട്ടോ. അപ്പോൾ വെള്ളം കുറച്ച് ചൂടുള്ളതായിരുന്നു. അപ്പോൾ അത് ഇതേപോലെ ഊതിയിട്ടൊക്കെയാണ് കുടിച്ചത്. അങ്ങനെ കുറച്ച് നേരം പിന്നെ കിടുന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള പണികളായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാറുള്ളത് കേട്ടോ. ഞാൻ ഉച്ചഭക്ഷണം മാക്സിമം 1 മണിയുടെ ഉള്ളിലാണ് കേട്ടോ കഴിക്കാനായിട്ട് ശ്രമിക്കാറ്. അതിലും കൂടുതലായിട്ട് ഞാൻ നേരം വൈകാറില്ല. അപ്പോൾ അതിന് ശേഷം കുറച്ച് നേരം കിടന്നതിന് ശേഷം ഞാനൊരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് എണീറ്റു കേട്ടോ. അപ്പോൾ അത് ഈ പേരയ്ക്കയും അതേപോലെ തന്നെ പച്ചമുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളതായതുകൊണ്ട് ഞാൻ പകുതി പേരയ്ക്കയാണ് കൊടുത്തത്. അത് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പേരയ്ക്ക അതേപോലെ തന്നെ നമ്മൾ ഏത് ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴും കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലിട്ടതിന് ശേഷമാണ് കേട്ടോ കഴിക്കാറ്. അങ്ങനെ പേരയ്ക്കും അതേപോലെ തന്നെ കുറച്ച് മുന്തിരിയും കൂടി കഴിച്ചിട്ടു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കഴിയുന്നതിനനുസരിച്ചിട്ട് തന്നെ ഞാൻ നിറച്ച് ഒപ്പം വെക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് മടിയായിരിക്കും. അങ്ങനെ അതൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ ആയപ്പോൾ 5 മാസമൊക്കെ ആകുമ്പോഴത്തേനും നന്നായിട്ട് തന്നെ വിശപ്പ് കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ കഴിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് പണികളൊക്കെ ചെയ്യാനായിട്ട് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒരു 4:30-5 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ജ്യൂസിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും അതേപോലെ തന്നെ ഞാൻ ഒരു കോഴിമുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി മുറിച്ചതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഉപ്പും ഇട്ടതിന് ശേഷം അതങ്ങനെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ജ്യൂസ്, അതുകൊണ്ട് തന്നെ തണുത്തപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് രണ്ടും കൂടിയിട്ടാണ് കേട്ടോ ഒരു 5 മണി ആ ഒരു സമയത്തായിട്ട് കഴിച്ചത്. അപ്പോൾ ഈ ഒരു സമയത്തായാലും ഞാൻ വൈകിട്ട് അങ്ങനെ ചായയൊന്നും കുടിക്കാറില്ല. പിന്നെ എപ്പോഴെങ്കിലും ഭയങ്കരമായിട്ട് കുടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു 1/2 ഗ്ലാസ്സോ അതല്ലാന്നുണ്ടെങ്കിൽ 1/4 ഗ്ലാസ് ചായയൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ. മിക്കവാറും ഞാൻ അങ്ങനെ ചായയൊന്നും കുടിക്കാറില്ല. കഴിവതും ഈ ഒരു സമയത്ത് നമ്മൾ ചായ കാപ്പി അതേപോലെ തന്നെ മധുരമുള്ളതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടി നല്ലത്. എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഷുഗറിൻ്റെ അളവ് കൂടുതലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് കുറയ്ക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഒരു 6:30 ആകുമ്പോഴത്തേനും ഞാൻ 2 ചെറുപഴം ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ കടലമിഠായി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ചെറുപഴം 2 എണ്ണം കഴിച്ചു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കടലമിഠായി ഞാനൊരു പകുതി മാത്രമാണ് കേട്ടോ കഴിച്ചത്. ബാക്കി ഞാൻ മോൾക്ക് കൊടുക്കാണ് കേട്ടോ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒരു 7:30-8 മണിയുടെ ഉള്ളിൽ ഞാൻ രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതും നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന അതേ കറികൾ തന്നെയാണ്, വേറെ പ്രത്യേകിച്ചിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ചോറും ഉപ്പേരിയും ഉണക്കലും പിന്നെ ചമ്മന്തിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചു. പിന്നെ സാമ്പാറും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വൈകിട്ട്. അങ്ങനെ ഇതെല്ലാം കൂട്ടിയിട്ട് ഊണ് കഴിച്ചതിന് ശേഷം ഒരു ഗുളിക കഴിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ച് വെള്ളം കുടിച്ചിട്ട് അങ്ങനെ കിടന്നു കേട്ടോ.
അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഇതൊക്കെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സെക്കൻഡ് ട്രൈമിസ്റ്റർ ആയപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് വിശപ്പൊക്കെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ കഴിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതലായിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത്. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ടും ശ്രദ്ധിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.